RSPB പിളർപ്പിലേക്കാണോ? UDF ഘടകകക്ഷിയായ RSPB എന്നുവെച്ചാൽ നേരത്തെ ബേബി ജോൺ ഉണ്ടായിരുന്ന സമയത്ത്, ചന്ദ്രചൂഡൻ എന്ന നേതാവ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ RSP ഒന്നായിരുന്നു. അപ്പോൾ ഈ പ്രേമചന്ദ്രനെ പരനാറി പ്രയോഗം പിണറായി വിജയൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ RSP തന്നെ പിളരുന്നത്. RSP എന്ന് പറഞ്ഞാൽ പേട്ട മുതൽ, തിരുവനന്തപുരത്ത് പേട്ട മുതൽ കൊല്ലം വരെ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ എങ്കിലും കേരളകൗമുദി പത്രം എന്ന് പറയുന്ന ഒരു പത്രം പേട്ടയിലുള്ളത് കൊണ്ട് RSPക്ക് പിന്നെ ഒരല്പം ആയുസുണ്ട്. ഏറ്റവും രസകരമായൊരു വസ്തുത, UDF നിന്ന് പിന്നെ RSP പോകുന്നു എന്നൊരു വർത്തമാനമുണ്ട്. ഇപ്പം വിജയ് എന്നോട് ചോദിച്ചു RSP പിളർപ്പിലേക്കാണോ. ഈ പേട്ട മുതൽ കൊല്ലം വരെയുള്ള പാർട്ടി RSP 5 സീറ്റ് വേണമെന്നാണ് UDF പറഞ്ഞത്. അതെപ്പോഴും അങ്ങനെയാണ്. കാര്യം ഈ ഘടകകക്ഷികൾ എന്നൊക്കെ പറയുമ്പോൾ ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് 10 സീറ്റ് വേണം. അപ്പോൾ എല്ലാം ഈ കൺവീനർ പറയും, ഓ ശരിയേ നമുക്കെല്ലാം നോക്കാം. അത് CPM-ലാണെന്നുണ്ടെങ്കിൽ പഞ്ചപുച്ഛം അടക്കി ഇരിക്കേണ്ടി വരും. അവിടെ AK-SRൽ സീറ്റ് വീതം വയ്ക്കുമ്പോൾ പഞ്ചപുച്ഛം ഇരിക്കേണ്ടി വരും. എത്ര 10 സീറ്റാണ് അവിടെ ഇനി വല്ല നക്കപ്പിച്ച തരാമെന്ന് പറയും. എല്ലാം വലിയേട്ടന്മാർ കൊണ്ടുപോയിട്ട് അവസാനമാണ് ഒരു അല്പം എങ്ങനെ എറിഞ്ഞു കൊടുക്കും. അതേപോലെ RSP പറഞ്ഞ 6 സീറ്റ് വേണോ. അപ്പം പിണറായി വിജയൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, VD സതീശൻ പറഞ്ഞ് തരാനൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നേതാവാണ്. ഷിബു ബേബി ജോൺ മരിച്ചുപോയി അദ്ദേഹം. ഷിബു ബേബി ജോൺ നയനാർ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ്. ഒരു 6 അടി പൊക്കം. ഈ ബേബി ജോൺ കണ്ടിട്ടുണ്ടല്ലോ, ഷിബു ബേബി ജോണിനെ കണ്ടിട്ടുണ്ടല്ലോ. ഷിബു ബേബി ജോൺ അറിയാം. ഒരു 6 അടി പൊക്കം, 6 അടി പൊക്കം 7 അടി പൊക്കം ഒക്കെ വരുന്ന നല്ല സൈസൊക്കെ. മോഹൻലാലിന്റെ ഫ്രണ്ടാണ്. സുഗലോലുപതിയിൽ വെള്ളിക്കരണ്ടിയിൽ ജനിച്ച ഒരാളാണ്. അച്ഛൻ വലിയ നേതാവല്ലേ. അതുകൊണ്ടാണ് ഷിബു ബേബി ജോൺ മോഹൻലാലുമായിട്ട് കമ്പനി മോഹൻലാലിന്റെ കമ്പനിയൊക്കെ ഉണ്ട്. ഈ വാസ്തുഹാര എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ അദ്ദേഹം, വാസ്തുഹാരയാണോ അതേ മോഹൻലാലിന് നാഷണൽ അവാർഡ് ഷാജിയൻ കരണ്ട് ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ, വാനപ്രസ്ഥം, അതൊക്കെ അദ്ദേഹം നിർമ്മിച്ച് കൈ പൊള്ളിയതാണ്. മോഹൻലാലിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ചവറയിൽ മത്സരിക്കാൻ വയ്യ. കാര്യം 2 ടേമായിട്ട് ഈ അധികാരം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ ഒന്നും അല്ലല്ലോ. ഇപ്പൊ RSPB എന്ന് പറയുമ്പോൾ പാർട്ടി, UDF എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ആകുമ്പോൾ ഘടകകക്ഷികളെ മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചൊറികുത്തി ആന മെലിഞ്ഞുണക്കെ മെലിഞ്ഞു പോയവരൊക്കെ. കാര്യം അറിയാമല്ലോ, മന്ത്രിയായിരിക്കുമ്പോൾ ഉള്ള ഭക്ഷണം വേറെ, അല്ലാതെയുള്ള ഭക്ഷണം വേറെ, മനസുഖം, യാത്രകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിപ്പോ ഒന്നുമല്ല. അപ്പൊ ചവറയിൽ വിജയപിള്ള എന്ന് പറഞ്ഞൊരു നേതാവിന്റെ മകനാണ് കഴിഞ്ഞ തവണ പൊട്ടിച്ചത്. ചവറ കൊല്ലം എന്ന് പറയുമ്പോൾ ബേസിക്കലി RSPയുടേതാണെങ്കിലും ഇവരെല്ലാം തന്നെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു മഹിമ കൂടെ അയാളുടെ വോട്ടിനെ ബാധിക്കും. ഇവരൊക്കെ വെള്ളിക്കാരനെയും കൊണ്ട് ജനിച്ചെന്ന് പറഞ്ഞാലും കൊല്ലത്തൊക്കെ ഒരുപാട് സാധാരണ ആൾക്കാരുടെ സ്ഥലമാണ്. ചവറ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ സ്ഥലമാണ്. അച്ഛൻ ആനപ്പുറത്തിരുന്ന മോന്റെ ഭ്രഷ്ടം കഴിക്കും. അപ്പം ബേബി ജോണിന് ഇഷ്ടം ഉണ്ടാവും, പക്ഷേ ഷിബു ബേബി ജോണിനോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അവനെ നിസ്സാരമായിട്ടാണ് അദ്ദേഹത്തെ തോപ്പിച്ചത്. ആദ്യം വിജയപിള്ള തോപ്പിച്ചു, വിജയപിള്ളയുടെ മോൻ 2ാമത് തോപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് ഇനി ചാവറ വേണ്ട, എനിക്ക് ചാവറ നിൽക്കാൻ വയ്യ, എന്നെ നിങ്ങൾ കൊല്ലത്തോട്ടം നിർത്തി തരും എന്ന് പറഞ്ഞു. അപ്പൊ കൊല്ലത്ത് ഇപ്പൊ CPM-നാണെങ്കിൽ ഒരു മുഖമില്ല. മനസ്സിലായില്ലേ എന്തുകൊണ്ട്? പറ, എന്തുകൊണ്ടാണ്? മുകേഷ് ഇല്ല അവിടെ. മുകേഷിനെ നിർത്തൂല. മുകേഷ് അല്ലേ അവിടുത്തെ MLA. അല്ല, മുകേഷ് വീണ്ടും നിൽക്കാനുള്ള തടസ്സം ഒരിക്കലും ഇല്ല. മുകേഷിനെ ഒരിക്കലും നിർത്തൂല. മുകേഷ് അവിടെ പാർട്ടി പരിപാടിക്ക് പോലും വരരുന്ന് വിലക്കിയിട്ടുണ്ട്. മുകേഷിനെ നിർത്തൂല. നിർത്തുമെങ്കിൽ എന്ത് പറയണ വിജയ്? ഈ പറഞ്ഞ പോലെ മുകേഷിന് സ്ഥാനാർത്ഥിക്കിട്ട് പാവപ്പെട്ട പയ്യന്മാർ വെള്ളം കോരിയാണ് അയാൾ ജയിപ്പിച്ചത്. ആദ്യത്തെ തവണ കിട്ടി ലീഡ് പോലും 2ാമത് കിട്ടിയില്ല. കൊല്ലമായതുകൊണ്ടാണ് ജയിച്ചത്. മനസ്സിലായില്ലേ? എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. ഈ പറയുന്ന പോലെ പാർട്ടിയിലൊക്കെ ഉള്ള പയ്യന്മാരുണ്ട്. മുകേഷിന്റെ രാഷ്ട്രീയ ഭാവി, മുകേഷിന് എന്ത് രാഷ്ട്രീയ ഭാവി? അല്ല, മുകേഷിന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ തീരെയാണ്. പിന്നെ തീരണ്ടേ? മുകേഷിനെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അല്ല, മുകേഷിനേക്കാൾ യോഗ്യനാണ് ജഗദീഷ് എന്ന് എനിക്ക് തോന്നുന്നു. ജഗദീഷ് കോൺഗ്രസ്സുകാരൻ. അതെ, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട്. കാര്യം മുകേഷിനെ സംബന്ധിച്ച് മുകേഷിന്റെ കുടുംബം ഒരു CPI കുടുംബമാണ്. നമ്മൾ മുകേഷിന്റെ പറഞ്ഞിട്ടുണ്ട്. മുകേഷിന്റെ അച്ഛൻ കൊല്ലം കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതി. മുകേഷിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, പോളയത്തോട്. മുകേഷിന്റെ പെങ്ങളെ എനിക്കൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാണേണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുകേഷിന്റെ അച്ഛൻ CPI-കാരനാണ്. കൊല്ലം കാളിദാസ കലാകേന്ദ്രം ബേസിക്കലി നാടക കുടുംബം. അപ്പം വേറൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ കൊടിയേരിയും മറ്റുമൊക്കെയാണ് ഈ മുകേഷിനെ പിടിച്ച് കയറ്റിയെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സാധാരണ പാർട്ടി അണികൾ പറഞ്ഞു, മുകേഷിന്റെ പടം ഒന്നും വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ മുകേഷ് ഇനി അവിടെ സ്ഥാനാർത്ഥി ആകില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു ദ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഷിബു ബേബി ജോണിന് കൊല്ലം സ്ഥാനാർത്ഥി ആവണമെന്ന് ആവശ്യപ്പെട്ട്, കൊല്ലത്ത് എനിക്ക് എന്നെ സ്ഥാനാർത്ഥിയാക്കണം, ചവറ എന്നെ അവന്മാർ പൊട്ടിക്കും, ചവറ കോൺഗ്രസ് പൊട്ടിക്കും, അതുകൊണ്ട് കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ. അതിനകത്തുള്ള ഇക്കുമത്ത് എൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, NK പ്രേമേന്ദ്രൻ ലോകസഭയിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ലോകസഭയിൽ ഈ പറയുന്ന പോലെ വിജയ്, നമ്മൾ ഈ ഡൽഹിയിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഒരു ദിവസം പോലും നമുക്ക് അവിടെ തങ്ങാൻ പറ്റില്ല. നമ്മൾ ഈ ഫെസിലിറ്റി ഒന്നും ഇത്രയും ഇവര് തങ്ങുന്നത് അങ്ങനത്തെ സാധാരണ അയ്യോ അങ്ങനെയൊന്നും
മാത്രമല്ല, ഒരു സാധാരണക്കാരന് പോലും നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാനൊരു 5 ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു, എനിക്ക് മതിയായി. 2ാമത്തെ ദിവസം എനിക്ക് അല്ല, ഈ എം പിമാരൊക്കെ അവരുടെ ഒരു വസതികളിലല്ലേ, നല്ല വസതികളൊക്കെ ആയിരിക്കും, ഭക്ഷണമായി ആകെ ഒരു കേരള ഹൗസേ ഉള്ളൂ നമുക്ക്. ഒരു കേരള ഹൗസേ ഉള്ളൂ. എല്ലാ മലയാളികളും കൂടെ കേരള ഹൗസിലാണ് കഴിക്കാൻ പറഞ്ഞത്. ഇത് എല്ലാവർക്കും കൂടെ കേരള ഹൗസിൽ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരുപാട് സന്ദർശകരും ഉണ്ട്, അവിടെ നല്ല ഫുഡും കിട്ടുള്ളൂ. അപ്പോൾ ഒരു കേരള ഹൗസും ഡൽഹിയിലെ വഴികളെല്ലാം ഒരുപോലെയും കാണുന്ന ബിൽഡിംഗ്, ഇപ്പൊ ചോദിച്ചു ബിൽഡിങ്ങിന്റെ കാര്യം, ബിൽഡിംഗ് എല്ലാം ഒരുപോലെയും ഒക്കെയുള്ള സ്ഥലമാണ് ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ കേരളത്തിലുള്ള സുഖമൊന്നും അവിടെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ ഇവിടുന്ന് പോയാലും പേരിന് വേണ്ടി കുറച്ച് ദിവസം ഞാൻ കണ്ട് VK ശ്രീകണ്ഠന്റെ വീട്, ഷാഫി പറമ്പിലിന്റെ വീട്, എല്ലാവരും വീട് നൈംബോർഡൊക്കെ കണ്ട്, AK ആന്റണി താമസിച്ചിരുന്ന വീട് ഒക്കെ കണ്ട്. ഡൽഹിയിൽ 5 ദിവസം നിന്നപ്പോൾ എല്ലാവരും കറങ്ങിയായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു കാര്യം വെച്ചാൽ ഇവർക്ക് ആർക്കും സാധാരണ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സാധാരണ മലയാളിക്ക് ഒരിക്കലും ഡൽഹി ഇഷ്ടപ്പെടില്ല, ജീവിച്ചേ പറ്റുള്ളൂ എന്ന് കരുതണമുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രേമേന്ദ്രന് തിരിച്ച് ചവറയിലോട്ട് വരണം. പ്രേമേന്ദ്രന് തിരിച്ച് ചവറയിലോട്ട് വരണം. ചവറയിലോട്ട് വരണം എന്തിനാണ്? മത്സരിക്കാനാണ്. ഇപ്പം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പ്രമുഖ നേതാക്കൾ MP സ്ഥാനം രാജിവെക്കാൻ 3-4 പേരെ പേര് വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഷാഫി പറമ്പിൽ വടകരയിൽ രാജകീയമായി ജയിച്ച ആളാണ്. ഷാഫി പറമ്പിൽ തിരിച്ച് MLA സ്ഥാനം രാജിവെച്ചിട്ട് വരാൻ പോകുമെന്നാണ് പറയുന്നത്. അല്ല, MP സ്ഥാനം രാജിവെച്ചിട്ട് വരാൻ പോകുമെന്നാണ് പറയുന്നത്. പിന്നെ അടൂർ പ്രകാശ്, അത് കഴിഞ്ഞിട്ട് പ്രേമേന്ദ്രന്റെ പേര് ഇപ്പൊ കേൾക്കുന്നു, രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് വരെ കേൾക്കുന്നുണ്ട്. ഇവർക്കൊക്കെ മന്ത്രിയായി ഇവിടെ വിലസണം. അതാണ് വിഷയം. പണ്ട് കുഞ്ഞാലിക്കുട്ടി ഇതേപോലെ ലോക്സഭയിൽ പോയിട്ട് കളഞ്ഞിട്ടൊന്നും ഓർമ്മയുണ്ടല്ലോ, അടുത്തൊരു ഭരണം കൂടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 5 കൊല്ലം മുമ്പ് വന്ന കഥ അറിയാലോ, എന്നിട്ട് ഒന്നും ആയില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, ഷിബു ബേബി ജോണിന് ചവറ പറ്റൂല, അദ്ദേഹത്തിന് കൊല്ലം വേണമെന്ന് കോൺഗ്രസിനെ അറിയിച്ചു. നിങ്ങൾക്കൊന്ന് കോൺഗ്രസ് അവിടുന്ന് അറിയിപ്പ് വന്ന് ഞങ്ങൾക്ക് തരാനൊന്നും പറ്റില്ല. കാര്യം ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുക. ബിന്ദു കൃഷ്ണനെ അറിയാലോ, ബിന്ദു കൃഷ്ണ അവരുടെ നേതാവ്, അവരോട് മത്സരം, കാര്യം അവരെ പാലം വലിച്ചിട്ടാണ് അവർ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ തോറ്റുപോയി. അപ്പോൾ ബിന്ദു കൃഷ്ണയെ നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇദ്ദേഹത്തെ നിർത്തും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ LDF-ലേക്ക് പോകും. അപ്പോൾ LDF-നാണെന്നുണ്ടെങ്കിൽ LDF-ന്റെ തന്ത്രം അറിയാമല്ലോ, ഉടനെ തന്നെ വേണമെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ സരിന്റെ കാര്യം, അതുപോലെ പറയും, ഞങ്ങളുടെ പഴയ നേതാവായിരുന്നു, ഞങ്ങളുടെ പഴയ സുഹൃത്തായിരുന്നു ബേബി ജോൺ, അദ്ദേഹത്തിന്റെ മകനല്ലേ, ഞങ്ങൾ അദ്ദേഹത്തെ കൂടെ നിർത്തും എന്ന് വേണമെങ്കിൽ പറയും, അല്ലേ? അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ബേബി ജോൺ വരാൻ സാധ്യത, ഷിബു ബേബി ജോൺ വരികയാണെങ്കിൽ മക്കളെ വാട എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു വാക്ക് വേണ്ടിയാൽ മതി. അപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞു, എന്നെ നിങ്ങൾ UDF കൊല്ലത്തെടുത്തില്ലെങ്കിൽ ഞാൻ റിബലായിട്ട് നിൽക്കും, എന്നെ LDF പിന്തുണയോടെ അവർ. അപ്പം ഷിബു ബേബി ജോണിന് മന്ത്രിയാണോ? ഷിബു ബേബി ജോൺ ഇംഗ്ലീഷിലേക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ്, അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രേമേന്ദ്രൻ പിന്നെ VS-ന്റെ മന്ത്രിസഭാ കാലത്ത് മന്ത്രിയായിരുന്നു. പ്രേമേന്ദ്രന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ചതുര വടിവൊത്ത സംഭാഷണം എന്ന് വെച്ചാൽ ഈ ചില അക്ഷരസ്ഫുടത എന്ന് പറയും, അക്ഷരസ്ഫുടതയിൽ ചില വാക്കുകളൊക്കെ ഒക്കെ വരും, അങ്ങനെയൊക്കെയുള്ള ഒരു സംസാരമാണ്. പ്രേമേന്ദ്രനെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ്. എന്ന് വെച്ചാൽ ആദ്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഷിബു ബേബി ജോൺ ശിഷ്യനും, ബേബി ജോൺ സാറിന്റെ ശിഷ്യനും, ബേബി ജോൺ സാറിന്റെ മകൻ ഷിബു ബേബി ജോൺ, ഷിബു ബേബി ജോണിന്റെ അച്ഛൻ ബേബി ജോൺ സാറിന്റെ ശിഷ്യനാണ് പ്രേമേന്ദ്രനും, പിന്നെ മകൻ ഷിബു ബേബി ജോൺ. അപ്പൊ മകന് പ്രാധാന്യം കൊടുക്കണോ അതേ ശിഷ്യന് പ്രാധാന്യം കൊടുക്കണോ, അങ്ങനെ ഒരു വിഷയം വരും. അപ്പൊ ചവറ പ്രേമേന്ദ്രൻ നിന്നാൽ ജയിക്കും. കാര്യം പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജയിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായർ വോട്ടൊരു ഘടകം കൂടെ, അത് NSS കാരനാണ്. അപ്പൊ നായർ വോട്ടൊരു ഘടകം കൂടെ ആയതുകൊണ്ട് പ്രേമേന്ദ്രൻ നായരാണ്, NSS കാരനാണ്. കൊല്ലത്ത് NSS ഒന്നും ഇല്ല. ഈ തിരുവനന്തപുരത്തുള്ളയോ മറ്റു സ്ഥലങ്ങളിലുള്ള പോലെയോ നായരിസം ഒന്നും കൊല്ലത്തൊന്നുമില്ല. നമ്മൾ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇസം കണ്ടിട്ടുള്ളത്. ഈ കൊച്ചി പോലും ഇസമൊന്നുമില്ല, എനിക്ക് വളരെ വ്യക്തമാണ് കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൊല്ലത്ത് നായരാണ് എന്നുള്ളതുകൊണ്ടെന്നല്ല, അവർക്ക് ഈ പറയുന്ന പോലെ ഒരു അതിലൊരു നല്ല നേതാവാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പ്രസംഗ ഭാഷയൊക്കെ കളിയാക്കി എന്നുണ്ടെങ്കിലും അദ്ദേഹം നല്ലൊരു നേതാവാണ്. ഇപ്പൊ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഈ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന CPM-ൽ ഉണ്ടായിരുന്ന ആളല്ലേ? അല്ല, അദ്ദേഹം RSP കാരനാണ്. ഇടതുപക്ഷ ഇടതുപക്ഷത്തിലുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്, VS-ന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ NSS ഇതല്ലേ ജാതി സംഘടന. അതെ, അപ്പൊ അദ്ദേഹം ഇതില് സമാന്തരമായിട്ട് അതിൽ രണ്ടും അങ്ങനെയില്ല വിജയ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോ ബേസിക്കലി നമ്മൾ ഹിന്ദുവിൽ ഇന്ന കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ കാസ്റ്റിൽ കേരളമോദി പത്രം ഉണ്ടെങ്കിൽ കേരളമോദി എന്നെ അങ്ങ് പൊക്കി അടിക്കും. അപ്പം നമ്മള് തിരുവനന്തപുരം രീതിയും രാഷ്ട്രീയത്തിനകത്ത് ഇത് ഏതാണ് ജാതി എന്നുള്ള തിരക്കി പോവുക ഒരു ഭയങ്കര ഇതാണ്. അപ്പൊ അങ്ങനെ ഈ കാരണവന്മാർ വഴിയൊക്കെ അറിയും ആൾക്കാർ, ഇത് ഇന്നതാണെന്ന് പറയും. അപ്പൊ അല്ലാതെ രാഷ്ട്രീയവുമായി അതിന് യാതൊരു ബന്ധവുമില്ല, രാഷ്ട്രീയം ജാതിയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ കാരണമില്ലാതെ കയറി നമ്മൾ നേരത്തെ ഒരു വിഷയത്തിൽ സംസാരിച്ച പോലെ ഈ പിന്നെ എന്താ പറയാ, വല്ലാത്തൊരു ഹിന്ദു സ്നേഹം എന്ന് പറയുന്ന പോലെ ഹിന്ദുവിൽ ഇന്ന കാസ്റ്റ് സ്നേഹം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കേരളകൗമുദിക്കാണെന്നുണ്ടെങ്കിൽ കേരളകൗമുദി പത്രം ഈഴവപ്രേമം കൂടിയ ഒരു പത്രമാണ്. ഇപ്പൊ അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ C കേശവന്റെ കാലം മുതൽ അവർ കാര്യം നാരായണ ഗുരുവിനോട് തർക്കിച്ച ആളാണ് ഇവരുടെ പത്രാധിപർ സുകുമാരൻ എന്ന് പറയുന്നത്, ഇവരുടെ അച്ഛൻ.
നാരായണ ഗുരുവിനോട് തർക്കിച്ച ആളാണ്, അത് ആശയപരമായി തർക്കിച്ച ആളാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് വയലാർ രവി ഇപ്പം SNDP ആളാണ്, അദ്ദേഹം വയലാർ രവിക്ക് സപ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും. പിന്നെ അവർ വളർത്തിയ കുറെ ആൾക്കാരുണ്ട്, MM ഹസനെ പോലെയുള്ളവരെ, അവർക്കും വേണ്ടി എഴുതും. VS SNDP സമുദായത്തിലുള്ള അദ്ദേഹത്തിന് വേണ്ടി എഴുതും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്, അങ്ങനെ എഴുതും. അപ്പൊ അതേപോലെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ NSSുമായി ബന്ധമുള്ള NSSലെ പെരുന്ന അദ്ദേഹം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചവറയിൽ നിന്ന് അദ്ദേഹം ജയിക്കും, ചവറയിൽ നിന്ന് ജയിക്കും. ചവറയിൽ തൊട്ടടുത്ത് കുണ്ട്ര, അവിടെ PC വിഷ്ണുവായി ജയിക്കും. അപ്പൊ ജയിക്കാനേ കോൺഗ്രസ് നോക്കുള്ളൂ. അപ്പൊ കോൺഗ്രസ് എന്ത് ചെയ്യും, നിങ്ങൾ മത്സരിക്കണ്ട എന്ന് അങ്ങ് തീരുമാനിക്കും. പ്രാക്ടിക്കൽ ആണല്ലോ, എപ്പോഴും രാഷ്ട്രീയം പ്രാക്ടിക്കൽ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഷിബു ബേബി ജോണിന് കൊല്ലം വേണമെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷിബു ബേബി ജോൺ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഷിബു ബേബി ജോണിനെ പതിയെ CPM കൊല്ലത്തൊരു മുഖമില്ലാതെ നിൽക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഇദ്ദേഹമാണ്, നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലാണ്. ബാലഗോപാൽ ഒരു പാവമാണ്. ബാലഗോപാലിന് അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ച് അരിഷ്ടിച്ച് ജയിച്ച ഒരാളാണ്. അപ്പോൾ ബാലഗോപാലിനെ മാറ്റി നിർത്തി, ബാലഗോപാലിനെ നിർത്തുകയും കൂടെ ഒപ്പം ഷിബു ബേബി ജോണിനെ കൊല്ലത്തെ മുഖമായി നിർത്താനും CPM തീരുമാനിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. CPMന് ഇപ്പോൾ കൊല്ലത്ത് മുകേഷ് പോയി നാറ്റിച്ച് വെച്ചിരിക്കുന്ന കാരണം ഷിബു ബേബി ജോണിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. പ്രേമചന്ദ്രൻ കേരളത്തിലേക്ക് വരുന്നു. എന്നാൽ പ്രേമചന്ദ്രൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, പ്രേമചന്ദ്രൻ ലോകസഭയിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഈ കഴിഞ്ഞ ഭരണം തീരുമ്പോൾ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി കൊണ്ടുപോയി, ഞാൻ പറഞ്ഞ കേരള ഹൗസ് എന്ന് പറഞ്ഞ പോലെ, അവിടെ ഡൽഹിയിൽ പാർലമെന്റിനകത്തെ ക്യാൻറ്റീനകത്ത് ക്ഷണിക്കപ്പെട്ട അതിഥിയായി വിവാദങ്ങളൊക്കെ ആയി. പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ചായ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. അതിന് പറഞ്ഞ് അദ്ദേഹം BJPയിലോട്ട് പോകാൻ പറ്റും. പക്ഷെ അദ്ദേഹം ഭാഗ്യമുള്ള ഒരാളാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തുടങ്ങി ഇപ്പം MP വരെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന പോലെ എന്താ പറയാ, ഷിബു ബേബി ജോണിന്റെ ഇടത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്നുള്ള പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു കോളിളക്കം RSP വീണ്ടും പിളരാൻ പോകുന്നു. പിളരുന്നത് നമുക്ക് സന്തോഷമൊന്നുമില്ല, അത് പിളർന്നോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഷിബു ബേബി ജോൺ കൊല്ലത്ത് ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ കാഴ്ചയായിരിക്കും. അത് നമ്മൾ കാണുന്ന പൊളിറ്റിക്കലി കേരളം കാണുന്ന ഒരു വലിയ കാഴ്ചയായിരിക്കും. കാര്യം ബേബി ജോൺ ഇടതുപക്ഷത്ത് നിന്ന ആളാണ്. ബേബി ജോണിന്റെ മകൻ UDFിലേക്ക് പോയാൽ ആ ബേബി ജോണിനെ അവർ തിരികെ കൊണ്ടുവരും. നമുക്ക് നോക്കാം.